നമസ്കാരം. 24ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 14 ബുധനാഴ്ചയാണ്. കർക്കടകം 30. വയനാട് ഉരുൾപൊട്ടൽ ദുരിത ബാധിതരുടെ പുനരധിവാസം എത്രയും പെട്ടെന്ന് തന്നെ നടപ്പിലാക്കാനുള്ള അതിതീവ്ര ശ്രമത്തിലാണ് സർക്കാർ. സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇന്ന് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും. കാണാതായവർക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരുന്നുണ്ട്. ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിൽ ശിരൂരിൽ അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഇന്നും തുടരും. മറ്റൊന്ന്, സംസ്ഥാനത്ത് വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെല്ലാം തന്നെ വലിയ വ്യാപകമായ ശക്തമായ മഴ ഇന്നലെ മുതലുണ്ട്. ഇതുൾപ്പെടെ നിരവധി വാർത്തകൾ എത്തുന്ന ദിവസമാണിന്ന്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രഭാത വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. തിരുവനന്തപുരം നഗരത്തിൽ ശക്തമായ മഴ. ഇന്നലെ രാത്രി പെയ്ത മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. എറണാകുളം ജില്ലയിൽ മലവെള്ളപ്പാച്ചിൽ, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ എന്നിവയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദുരന്ത നിവാരണ സേന മുന്നറിയിപ്പ് നൽകി. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അഖിൽ ഷാ അൻസാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അഖിൽ ഷാ, ഇന്നലെ പല പ്രദേശങ്ങളിലും വ്യാപകമായ മഴയുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് കുറച്ച് കൂടുതൽ ശക്തമാണ് മഴ. ഇന്ന് പ്രഭാതത്തിൽ എങ്ങനെയുണ്ട്? ഇപ്പോൾ അഖിൽ ഷാ നിൽക്കുന്നയിടത്ത് ഏതായാലും മഴയില്ല അല്ലേ? സ്മിത, തീർച്ചയായിട്ടും ഇപ്പൊ അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം നഗരത്തിനകത്ത് മഴ അല്പമെങ്കിലും ഒന്ന് കുറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ രാത്രി തുടങ്ങിയ മഴ അത് ഇടവിട്ടുള്ള മഴ അത് തുടർച്ചയായി തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുറച്ചു സമയം മുമ്പ് വരെ തിരുവനന്തപുരം നഗരത്തിൽ മഴയുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഒപ്പം ഇന്നത്തെ പ്രധാനമായും ഈ കാലാവസ്ഥാ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് ഇന്ന് 2 ജില്ലകളിലൊഴികെ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ ഒഴികെയുള്ള മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ്. അതിൽ 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. എറണാകുളം ജില്ലയിലും അതുപോലെ തന്നെ തൃശൂർ ജില്ലയിലുമാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ 2 ജില്ലകളിലും മഴ അതിശക്തമാകാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനുമുള്ള സാധ്യതയുണ്ടെന്നുള്ള കാര്യവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അപകട മേഖലകളിൽ താമസിക്കുന്നവർ ഇതുമായി ബന്ധപ്പെട്ട് മാറി താമസിക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഈ ഘട്ടത്തിൽ അറിയിക്കാനുള്ളത്. ഈ തൃശ്ശൂരും അതുപോലെ തന്നെ എറണാകുളവും ഒഴികെയുള്ള മറ്റ് 10 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുള്ള 10 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. ശക്തമായ മഴ ഈ ജില്ലകളിലും ഉണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഒപ്പം ഈ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ കാലാവസ്ഥ മോശമാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ശക്തമായ കാറ്റ്, 55 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും അതുപോലെ തന്നെ മോശം കാലാവസ്ഥയ്ക്കും കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ തീരത്ത് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് അടുത്ത ഈ 17-ാം തീയതി വരെ തുടരും. എന്തായാലും സംസ്ഥാനത്ത് മഴ വ്യാപകമാകുമെന്നുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. അടുത്ത 5 ദിവസം മഴ തുടരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. പ്രധാനമായും ഈ തെക്കൻ ശ്രീലങ്കൻ തീരത്ത് ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്ത് മഴ കനക്കുക. സ്മിത, ശരി. അഖിൽ ഷാ അൻസാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. പല പ്രദേശങ്ങളിലും മഴ പെയ്യുന്നുണ്ടെന്ന് നമ്മുടെ പ്രേക്ഷകരും നമ്മളെ അറിയിക്കുന്നുണ്ട്. എവിടെയെല്ലാം ശക്തമായ മഴയുണ്ടെന്ന് അറിയിച്ചുകൊണ്ടേയിരിക്കുക. മഴ മുന്നറിയിപ്പുകളെല്ലാം തന്നെ അതത് സമയങ്ങളിൽ, അതത് മണിക്കൂറുകളിൽ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഇനി നമ്മൾ പോകുന്നത് ഷിരൂരിലേക്കാണ്. മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ ഇന്നും തുടരും. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയ്ക്കും സംഘത്തിനുമൊപ്പം നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരും NDRF, SDRF സംഘങ്ങളും ദൗത്യത്തിന്റെ ഭാഗമാകും. ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് കുറഞ്ഞതാണ് തിരച്ചിലിന് അനുകൂലമായത്. വിശദാംശങ്ങളുമായി അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട്. അരുൺ, തെരച്ചിൽ ഇന്നും തുടരും എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും ഈ പുഴയിലെ അടിയൊഴുക്ക് കുറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് അനുകൂല സാഹചര്യമാകുന്നു. ഇന്നലെ ഇപ്പോൾ ചില സ്പെയർ പാർട്സും കണ്ടെടുത്തതും കുറച്ച് പ്രതീക്ഷ നൽകുന്നുണ്ടല്ലേ? അസ്മിത, ഇതിൽ 2-3 ഘടകങ്ങളാണ് അനുകൂലമായി ഇപ്പോഴും നിലനിൽക്കുന്നത്. അതായത് കാലാവസ്ഥ വളരെ അനുകൂലമായി ഇപ്പോഴും ഷിരൂരിലുണ്ട്. അതായത് മഴ മാറി നിൽക്കുന്നുണ്ട്. ഇന്നലെ രാത്രി ചെറിയ രീതിയിൽ മഴ പാറിയിരുന്നു, അല്ലെങ്കിൽ മഴ പെയ്തിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു ശക്തമായ മഴ ഷിരൂരിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അതോടൊപ്പം തന്നെ ഈ ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് വളരെ കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ തന്നെ 2 നോട്ട്സിലേക്കൊക്കെ അടിയൊഴുക്ക് എത്തിയിട്ടുണ്ട് എന്ന വിവരം ഇവിടുന്ന് ഔദ്യോഗികമായി തന്നെ പങ്കുവച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അടിയൊഴുക്ക് പുഴയിൽ ഇപ്പോഴും കുറവാണ്. വളരെ ശാന്തമായിട്ടാണ് ഗംഗാവലി പുഴയെ നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പുഴക്കടിയിലുള്ള വിസിബിലിറ്റിയും പ്രശ്നമില്ല എന്ന് ഇന്നലെ ഈ പുഴയിലിറങ്ങി പരിശോധിച്ചതിന് ശേഷം ഈശ്വർ മാൽപ്പെ തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഡൈവിങ്ങിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ സ്മിത സൂചിപ്പിച്ചതുപോലെ ഈ ലോറിയുടെ പാർട്സ് ഉൾപ്പെടെ, അതായത് വീൽ ജാക്കി ഉൾപ്പെടെ കണ്ടെത്താനും സാധിച്ചിരുന്നു. അത് വലിയ പ്രതീക്ഷ നൽകിയിരുന്നു. ഇന്നത്തെ തെരച്ചിൽ ഏറെ നിർണായകമാണ്. ഇന്നലെ ഈ 4 സ്പോട്ടുകളിൽ ഒരു സ്പോട്ട് കേന്ദ്രീകരിച്ചായിരുന്നു ഈശ്വർ മാൽപ്പെ പുഴയിൽ തിരച്ചിൽ നടത്തിയിരുന്നത്.
ഇന്ന് മറ്റു 3 സ്പോട്ടുകൾ കൂടി, അതായത് കരയിൽ നിന്ന് കുറച്ച് അകലെയുള്ള മറ്റു 3 സ്പോട്ടുകൾ കൂടി ഇന്ന് തെരച്ചിൽ നടത്തും. ഇന്നലെ കരയോട് ചേർന്ന ഭാഗത്തു നിന്നാണ് ഈ നിലവിൽ ഇപ്പോൾ ഈ ലോറിയുടെ, അർജുൻ ഓടിച്ച ലോറിയുടെ പാർട്സ് ഉൾപ്പെടെ ലഭിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ നേരത്തെ കുറച്ചുകൂടി, അതായത് ഡ്രോൺ പരിശോധനയിൽ ഈ ലോറിയുടെ സാന്നിധ്യം അല്പം കൂടി ഉണ്ട് എന്ന് സംശയിക്കുന്ന മറ്റ് 3 സ്പോട്ടുകൾ, അതിൽ 4ാമത്തെ സ്പോട്ടാണ് കൂടുതൽ അതിൻ്റെ സാധ്യത കൽപ്പിച്ചിരുന്നത്. അവിടെ ഉൾപ്പെടെ ഇന്ന് തെരച്ചിൽ നടത്തും. ഇന്നലെ ഈശ്വർ മാൽപ്പെ മാത്രമാണ് ഡൈവ് ചെയ്തിരുന്നത്. ഈശ്വർ മാൽപ്പയുടെ സംഘത്തിലുള്ള മറ്റ് ഡൈവർമാർ ഇന്നലെ ഉണ്ടായിരുന്നില്ല. അവരുടെ സഹായികൾ മാത്രമാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ഈശ്വർ മാൽപ്പയ്ക്കൊപ്പം അവരുടെ കൂടുതൽ സംഘാംഗങ്ങൾ എത്തുന്നുണ്ട്, കൂടുതൽ സജ്ജീകരണങ്ങൾ എത്തുന്നുണ്ട്. ഇവിടുത്തെ പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെ സഹായം തേടിയിട്ടുണ്ട്. NDRFിൻ്റെയും SDRFിൻ്റെയും സംഘമുണ്ടാവും, നാവികസേനയുടെയും ഒരു ടീം ഉണ്ടാകും എന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും 8 മണിയോടെ തന്നെ തെരച്ചിൽ ആരംഭിക്കും. ശരി അരുൺ, ഏതായാലും പുഴ ശാന്തമായിരിക്കുന്നു, തെളിഞ്ഞ കാലാവസ്ഥയാണ്, മഴ മാറി നിൽക്കുന്നു എന്നുള്ളതൊക്കെ തന്നെ തിരച്ചിലിന് അനുകൂലമാകട്ടെ. ഇന്ന് ഈശ്വർ മാൽപ്പയ്ക്കൊപ്പം കൂടുതൽ പേരും മുങ്ങൽ വിദഗ്ധരും നാവികസേന ഉൾപ്പെടെയുള്ള അവരുടെ മുങ്ങൽ വിദഗ്ധരും ഇന്ന് ചേരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് കൂടുതൽ തെരച്ചിൽ കുറച്ചുകൂടി ഊർജിതമായി തന്നെ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അരുൺ പൂപ്പറമ്പ അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകുകയായിരുന്നു. വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ ഇന്നും തുടരും. ചൂരൽമലയിലെ ദുരന്തബാധിതർക്ക് ഒരു വാടക വീട് എന്ന മുദ്രാവാക്യവുമായി സർവകക്ഷികളുടെ നേതൃത്വത്തിൽ വാടക വീടുകൾക്കായുള്ള അന്വേഷണമാണ് ഇന്ന് തുടങ്ങുന്നത്. ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞൻ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള 6 അംഗ വിദഗ്ധ സംഘം ഇന്നും പരിശോധന തുടരും. വിശദാംശങ്ങളുമായി ഷഹദ് റഹ്മാൻ വയനാട്ടിൽ നിന്ന് ചേരുന്നു. ഷഹദ്, ഇനിയിപ്പോൾ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്തോറും അവരുടെ പുനരധിവാസം തന്നെയാണ് ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ട കാര്യമാകുന്നത്. അപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇന്നിപ്പോൾ തെരച്ചിൽ ഏത് രീതിയിലാകും? സ്മിത, ഇന്ന് തെരച്ചിൽ ഏകദേശം 8 മണിയോടുകൂടി പുനരാരംഭിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ നമുക്കറിയാം വൈകിട്ട് അതിശക്തമായിട്ടുള്ള മഴയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഉച്ചയ്ക്ക് 1:30 മണിയോടുകൂടി ഇന്നലത്തെ തെരച്ചിൽ പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇപ്പോൾ കാലാവസ്ഥ വലിയ കുഴപ്പമില്ല, പക്ഷേ എങ്കിൽ പോലും മൂടിയ കെട്ടിയ ഒരു അന്തരീക്ഷമാണ് ഉള്ളത്. അപ്പോൾ മഴ പെയ്യുകയാണെങ്കിൽ ഇന്നലത്തേതിന് സമാനമായ രീതിയിൽ തന്നെ ഇന്നും ഈ തെരച്ചിൽ അതീവ ദുഷ്കരമായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെയൊക്കെ ഫയർഫോഴ്സുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അതായത് ഇന്നലെ മുതൽ ഈ കെട്ടിടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലാണ് പ്രധാനമായിട്ടും ആരംഭിച്ചിട്ടുള്ളത്. ചെറിയ ഹിറ്റാച്ചുകൾ ഉപയോഗിച്ച് എൻ്റെ പുറകിൽ കാണുന്ന ഈ വെള്ളാർമല സ്കൂൾ പോലെയുള്ള സ്കൂളുകളുടെ ഉള്ളിലേക്ക് കയറി തെരച്ചിൽ നടത്തുക. അതുപോലെ തന്നെ നിരവധി കെട്ടിടങ്ങൾ ഈ മേഖലയിലുണ്ട്, വീടുകളുണ്ട്. അപ്പോൾ ഈ വീടുകൾക്കുള്ളിലേക്കൊക്കെ കയറി ഇത്തരത്തിൽ തെരച്ചിൽ നടത്താനാണ് ഇന്നലെ ആരംഭിച്ചിട്ടുള്ളത്. ആ പ്രവർത്തനം ഇന്നും തുടരും എന്നുള്ളതാണ്. നിലവിൽ 124 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ഇന്നലെ 6 ശരീരഭാഗങ്ങളാണ് ചാലിയാറിൽ നിന്നും ഒപ്പം തന്നെ ഞാൻ നിൽക്കുന്ന ഈ ചൂരൽമലയിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നും കൂടുതൽ ഇടങ്ങളിലേക്ക് ഈ തിരച്ചിൽ വ്യാപിപ്പിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലായിരിക്കും ഇന്ന് പ്രധാനപ്പെട്ട ക്രമീകരണങ്ങൾ ഉണ്ടാകുക. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇന്ന് ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീടുകൾ കണ്ടെത്താനുള്ള നടപടിക്രമങ്ങൾ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ഇതിനോടകം നിരവധി വീടുകൾ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അത് മതിയാകില്ല, ഇനിയും കൂടുതൽ വീടുകൾ ആവശ്യമാണ്. അപ്പോൾ ആ വീടുകൾ കണ്ടെത്താനുള്ള നടപടികൾ ഇന്ന് പുനരാരംഭിക്കും. അത് പ്രത്യേകിച്ച് ഈ വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെയും അതുപോലെ തന്നെ ജനപ്രതിനിധികളുടെയും ഒക്കെ സാന്നിധ്യത്തിലായിരിക്കും ഇത്തരത്തിൽ ഈ വീടുകൾ കണ്ടെത്താനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ബെയിലി പാലത്തിന് സമീപത്താണ്. ഇന്നലെ ഈ കനത്ത മഴയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടുത്തെ രക്ഷാപ്രവർത്തനത്തിനും അല്ലെങ്കിൽ ആളുകളെ കൂടുതലായിട്ട് കയറ്റാനും ഒക്കെ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് താൽക്കാലിക പാലം ഇന്നലത്തെ മഴയിൽ പൂർണ്ണമായിട്ടും തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്ക് അറിയാം, ഇന്നലെ ആ പശുവിനെ ഏറെ സാഹസികമായിട്ടാണ് ഫയർഫോഴ്സ് സംഘം രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഈ ഭാഗത്തിന് സമീപത്തുള്ള ആ പാലമായിരുന്നു ആദ്യഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെ മറുകരയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ആ പാലം പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട് ഇന്നലത്തെ കനത്ത മഴയിൽ എന്നുള്ളതാണ്. കൂടാതെ ജില്ലയിൽ ഇന്നലെ കൂടുതൽ ആളുകളെ, പ്രത്യേകിച്ച് ഈ ചൂരൽമല മേഖലയിലൊക്കെയുള്ള പുത്തുമല മേഖലയിലൊക്കെയുള്ള
പുത്തുമല മേഖലയിലുള്ള ആളുകളെ മാറ്റി പാർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഈ ദൗത്യം തുടങ്ങിയ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ നടന്ന ദിവസം ആദ്യമായിട്ട് നിർമ്മിച്ച താൽക്കാലിക പാലമാണ്. ആ താൽക്കാലിക പാലമാണ് ഇന്നലത്തെ മഴയിൽ പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ടായിരുന്നത്. ഇന്നലെ വരെ ഇതുവഴി ആളുകൾ, അതായത് ഫയർഫോഴ്സിലെ ജീവനക്കാരും ഒക്കെ തന്നെ ഇതുവഴിയും ഇന്നലെ സഞ്ചരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തെ മഴയോടുകൂടി അത് പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഇന്നലെയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിയോഗിച്ച ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞനായ ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള 6 അംഗ സംഘം ചൂരൽമലയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അവരുടെ നേതൃത്വത്തിൽ ഇന്നലെ മുതൽ പഠനം ആരംഭിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ദുരന്തം ഉണ്ടായതെന്നും അതിന്റെ ആഘാതം എത്രത്തോളമാണെന്നും സേഫ് ആയിട്ടുള്ള ഇടങ്ങൾ ഏതൊക്കെയാണെന്നും അൺസേഫ് ആയിട്ടുള്ള ഇടങ്ങൾ ഏതൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പഠനം ഇന്നലെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പഠനം ഇന്നും തുടരും. അവർ 2 ദിവസം കൂടി ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 10 ദിവസത്തിനകം ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സർക്കാരിലേക്ക് സമർപ്പിക്കുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം അത് വളരെ നിർണായകമാണ്. കാരണം ഇനിയും കൂടുതൽ ആളുകളെ കണ്ടെത്താനുണ്ട്. ആ കണ്ടെത്താനുള്ള ശ്രമം ഇന്നും തുടരും. അതോടൊപ്പം തന്നെ ഈ കൂടുതൽ ആളുകൾക്ക് വീട് കണ്ടെത്താനുള്ള ശ്രമവും ഇന്ന് ആരംഭിക്കും എന്നുള്ളതാണ്. സ്മിത. ശരി. ഷഹദ് റഹ്മാനാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി നിലമ്പൂർ ചാലിയാർ തീരത്ത് ഇന്നും തിരച്ചിൽ തുടരും. NDRF, പോലീസ്, ഫയർഫോഴ്സ്, തണ്ടർബോൾട്ട് അടക്കമുള്ള സംഘങ്ങളുടെ നേതൃത്വത്തിലാണ് പരിശോധന. ചാലിയാർ തീരത്ത് ഇന്നലെ നടത്തിയ ജനകീയ തിരച്ചിലിൽ 5 ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. അതേസമയം ജനകീയ തിരച്ചിലിന് പോയ 14 പേർക്ക് മഴ കാരണം പരപ്പൻപാറയിൽ നിന്ന് മുണ്ടേരിയിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ലെന്നും സംഘം സുരക്ഷിതമാണെന്നും പോലീസ് അറിയിച്ചു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മന്ത്രിസഭായോഗം ഇന്ന് പരിഗണിക്കും. ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനാണ് സർക്കാർ മുൻഗണന നൽകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മന്ത്രിസഭായോഗത്തിൽ ഉണ്ടാകും. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് ദുരിതബാധിതരെ വീടുകളിലേക്ക് മാറ്റുന്നതിനാണ് ആദ്യ പരിഗണന നൽകുക. സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും മന്ത്രിസഭായോഗത്തിൽ ചർച്ചയുണ്ടായേക്കും. കേന്ദ്രത്തിൽ നിന്ന് വേഗം സഹായം ലഭ്യമാക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളും മന്ത്രിസഭായോഗം ചർച്ച ചെയ്യും. ഉരുൾപൊട്ടലുണ്ടായ കോഴിക്കോട് വിലങ്ങാട്ട് വിദഗ്ധ സംഘത്തിന്റെ പരിശോധന തുടരുന്നു. പുനരധിവാസം സംബന്ധിച്ചാണ് പരിശോധന. ഉരുൾപൊട്ടൽ സാധ്യത, മണ്ണിന്റെ ഘടന എന്നിവയാണ് പ്രധാന ശ്രദ്ധ. 6 പേരടങ്ങുന്ന സംഘത്തിൽ ജിയോളജിസ്റ്റും ഹൈഡ്രോളജിസ്റ്റും ഉൾപ്പെടുന്നു. നാശനഷ്ടങ്ങളുടെ കണക്കെടുക്കാനുള്ള ഡ്രോൺ പരിശോധനയും തുടരുന്നുണ്ട്. അതേസമയം ക്യാമ്പുകൾ പിരിച്ചുവിട്ടതോടെ ആളുകൾ ബന്ധുവീടുകളിലേക്കും വാടക വീടുകളിലേക്കും മടങ്ങി. ആളുകൾ ജോലിക്ക് പോയി തുടങ്ങിയതോടെ അതിജീവനത്തിന്റെ പാതയിലാണ് വിലങ്ങാട്. ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കി രേഖകൾ. അഗോറ എന്ന ഇന്ത്യൻ കൺസൾട്ടിംഗ് സ്ഥാപനത്തിൽ സെബി ചെയർപേഴ്സൺ മാധബി പുരി ബുച്ചിന് 99% ഓഹരികളുണ്ടെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ പുറത്തുവന്നു. മാധബി ബുച്ചിന്റെ ഭർത്താവ് ധവൽ ബുച്ചാണ് അഗോറയുടെ ഡയറക്ടർ. വിശദാംശങ്ങളുമായി രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ഈ കഴിഞ്ഞ ദിവസം വന്ന ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ടിൽ ഇതേ ആരോപണങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു സെബി ചെയർമാനും ഭർത്താവിനുമെതിരെ. ഇപ്പോൾ അതിൽ കേന്ദ്ര ഏജൻസികൾ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ശക്തമാകുമ്പോൾ ഏജൻസികൾ അന്വേഷണം തുടങ്ങുന്നു. ഇപ്പോൾ ഈ രേഖകൾ ഏത് രീതിയിലാണ് പുറത്തു വന്നിട്ടുള്ളത്? ഈ രേഖകളിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഈ ധവൽ ബുച്ചിന് ഉപദേശക പദവി അത് വിനോദ് അദാനിയുടെ ബന്ധമുള്ള കടലാസ് കമ്പനിയിൽ ലഭിച്ചിരുന്നു എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അടക്കമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സെബി ചെയർപേഴ്സൺ മാധവി പുരി ബുച്ചിനും ഭർത്താവ് ധവൽ ബുച്ചിനും 2015 മുതൽ നിക്ഷേപമുണ്ടെന്ന് 2ാം ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ ആരോപണം വന്നിരുന്നു. ഇത് വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ ഇത് തെളിയിക്കുന്ന വിധത്തിലുള്ള രേഖകളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് ലഭിച്ചിരിക്കുന്നത്. വിനോദ് അദാനിയുടെ മൗറീഷ്യസിലുള്ള IPE+ ഫണ്ടിലായിരുന്നു ആ നിക്ഷേപം ഉള്ളത് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഫണ്ടിന്റെ സ്ഥാപകനും ചീഫ് ഇൻവെസ്റ്റ്മെന്റ് ഓഫീസറും ഈ അദാനി എന്റർപ്രൈസസിന്റെ ഡയറക്ടർ ആയിരുന്ന അനിൽ അഹൂജ ആയിരുന്നു എന്നതിന്റെ തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട്. 2017 ഏപ്രിലിൽ മാധവി സെബിയുടെ മുഴുവൻ സമയ അംഗമാകുന്നതിന് ആഴ്ചകൾക്ക് മുമ്പാണ് മാധവിയുടെ പേരിലുള്ള ഫണ്ടിന്റെ ഉടമസ്ഥാവകാശത്തിൽ നിന്നും അവരെ നീക്കാനും തനിക്ക് മാത്രമായ അവകാശം നൽകണമെന്നും ആവശ്യപ്പെട്ട് ഭർത്താവ് കത്ത് നൽകിയത്. ആ കത്തിന്റെ പകർപ്പ് അടക്കമുള്ളവയും ധനകാര്യ മന്ത്രാലയത്തിന്റെ പക്കൽ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. 2018 ഫെബ്രുവരി 26 മാധവിക്ക് ഇമെയിലായി ലഭിച്ച അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിൽ ഈ ഫണ്ടിന്റെ ഘടനയുണ്ട് എന്നുള്ളത് മാധവിക്ക് ഈ വസ്തുതകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബന്ധം സുവ്യക്തമാക്കുന്ന കാര്യമാണ്. 2017 ഏപ്രിൽ മുതൽ 2022 മാർച്ച് വരെ മാധവിക്ക് അഗോറ പാർട്ട്നേഴ്സ് എന്ന സിംഗപ്പൂർ കമ്പനിയിലും നിക്ഷേപമുണ്ടായിരുന്നു എന്നതിന്റെ തെളിവുകളും ഇപ്പോൾ ധനമന്ത്രാലയത്തിന് ലഭിച്ചിട്ടുണ്ട്. സെബി തലപ്പത്ത് എത്തുന്നതിന് പിന്നാലെയാണ് അവർ ഓഹരികൾ ഭർത്താവിന്റെ പേരിലേക്ക് മാറ്റിയത് എന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സ്മിത. ശരി. രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദ വിവരങ്ങൾ നമുക്ക് നൽകിയത്.
കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ റെസിഡന്റ് ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിഷേധം പിൻവലിച്ച് റെസിഡന്റ് ഡോക്ടേഴ്സിന്റെ സംഘടന. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് തീരുമാനം. ആരോഗ്യ സംരക്ഷണ നിയമം പാസാക്കുമെന്ന് ഉറപ്പ് ലഭിച്ചെന്ന് ഫെഡറേഷൻ ഓഫ് റെസിഡന്റ് ഡോക്ടേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. 15 ദിവസത്തിനുള്ളിൽ നിയമം നടപ്പാക്കാനുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതായും ഫോഡ പ്രസ്താവനയിൽ വ്യക്തമാക്കി. അതേസമയം ഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ മെഡിക്കൽ അസോസിയേഷൻ, AIIMS ഡൽഹി എന്നിവർ പ്രതിഷേധം തുടരും എന്ന് അറിയിച്ചിട്ടുണ്ട്. കേസ് ഡയറി കൊൽക്കത്ത പോലീസ് ഇന്ന് CBIക്ക് കൈമാറുകയും ചെയ്യും. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇന്ന് നിർണായകം. CBI അറസ്റ്റ് ശരിവെച്ച ഡൽഹി ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. കേസിൽ ജാമ്യം ആവശ്യപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും സുപ്രീം കോടതി പരിഗണിക്കും. മദ്യനയ അഴിമതി കേസിൽ വിചാരണ വൈകുന്നു എന്ന് ചൂണ്ടിക്കാട്ടി മനീഷ് സിസോദിയയ്ക്ക് കഴിഞ്ഞയാഴ്ച സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. തിരുവനന്തപുരത്തെ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ഉറവിടം കണ്ടെത്താനാകാത്തതിൽ ആശങ്ക. ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചത് 3 വ്യത്യസ്ത ഇടങ്ങളിലാണെന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. കെട്ടിക്കിടക്കുന്നതും ഒഴുക്കുള്ളതുമായ ജലാശയങ്ങളിൽ അമീബ ഉണ്ടാകാം എന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിഗമനം. പബ്ലിക് ഹെൽത്ത് ലാബിലേക്ക് അയച്ച വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധനാ ഫലം ഇതുവരെയും ലഭിച്ചിട്ടില്ല. വിശദ പരിശോധനയ്ക്കായി സാമ്പിൾ കേന്ദ്ര ലാബിലേക്ക് അയക്കും. സംസ്ഥാനത്തെ സ്ഥിതിഗതി വിലയിരുത്താൻ കേന്ദ്ര സംഘം ഉടൻ എത്തുമെന്നാണ് വിവരം. ഒരു ഇടവേളയ്ക്ക് ശേഷം കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം വീണ്ടും ചൂടുപിടിക്കുകയാണ്. പോലീസ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചതിനു പിന്നാലെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് കോൺഗ്രസ്. സ്ക്രീൻഷോട്ടുകൾ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ഇടത് ഗ്രൂപ്പുകളിലാണെന്ന പോലീസിന്റെ റിപ്പോർട്ടാണ് CPIMനെ പ്രതിരോധത്തിലാക്കുന്നത്. എന്നാൽ സ്ക്രീൻഷോട്ട് ഉറവിടം സംബന്ധിച്ച് ഫേസ്ബുക്കും വാട്സാപ്പും ഇതുവരെ മറുപടി നൽകാത്തതിനാൽ പ്രതികളെ കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം MSF കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ പേരിലാണ് KK ശൈലജയെ കാഫിർ എന്ന് വിളിച്ചുകൊണ്ടുള്ള സ്ക്രീൻഷോട്ടുകൾ വ്യാപകമായി പ്രചരിച്ചത്. മുഹമ്മദ് കാസിം ഹൈക്കോടതിയെ സമീപിച്ചതിനു പിന്നാലെയാണ് പോലീസ് റിപ്പോർട്ട് കൈമാറിയത്. കോഴിക്കോട് പന്തിരാങ്കാവ് ഗാർഹിക പീഡനക്കേസിലെ പ്രതി രാഹുൽ P. ഗോപാലും പരാതിക്കാരിയും ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാകും. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് രാഹുൽ നൽകിയ ഹർജിയിൽ ഇരുവരും ഹാജരാകാൻ സിംഗിൾ ബെഞ്ച് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. പ്രതി രാഹുൽ സാക്ഷികളെ സ്വാധീനിക്കാനും ഭീഷണിപ്പെടുത്താനും ശ്രമിക്കുന്നുവെന്ന് പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. നടന്നത് വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങളാണെന്ന രാഹുലിന്റെയും യുവതിയുടെയും വാദം തെറ്റാണ്. രാഹുൽ മദ്യപാനിയാണെന്നും ഒരുമിച്ച് ജീവിച്ചാൽ ഭാവിയിലും കൂടുതൽ പീഡനങ്ങൾ യുവതിക്ക് നേരിടേണ്ടി വരുമെന്നുമാണ് പോലീസ് കോടതിയെ അറിയിച്ചത്. ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിന്റെ അയോഗ്യതാ കേസിൽ വിധി പറയുന്നത് വീണ്ടും മാറ്റി. വെള്ളിയാഴ്ച രാത്രി 9:30-കകം വിധി പറയുമെന്നാണ് കായിക തർക്കപരിഹാര കോടതിയുടെ പുതിയ അറിയിപ്പ്. വെള്ളിക്കായി വെള്ളിയാഴ്ച വരെ കാത്തിരിക്കണം. ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിന്റെ അയോഗ്യതാ കേസിൽ വിധി പറയുന്നതിന് ഓസ്ട്രേലിയക്കാരി ആർബിട്രേറ്റർക്ക് വെള്ളിയാഴ്ച രാത്രി 9:30 വരെ സാവകാശം നൽകി കായിക തർക്ക പരിഹാര കോടതി. കേസിൽ വിധി പറയാനുള്ള തീയതി മാറ്റിവെക്കുന്നത് ഇത് 3-ാം തവണ. പാരീസ് ഒളിമ്പിക്സിലെ 50 കിലോ ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ ഫൈനലിന് മുമ്പ് അയോഗ്യയാക്കിയ നടപടി റദ്ദാക്കണമെന്നും വെള്ളി മെഡലെങ്കിലും അനുവദിക്കണമെന്നാണ് വിനേഷ് ഫോഗട്ടിന്റെ വാദം. മരുന്നടിയുടെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൃത്രിമം കാട്ടിയതിന്റെ പേരിലോ അല്ല അയോഗ്യത. വെറും 100 ഗ്രാം കൂടിയതിന്റെ പേരിൽ ഫൈനൽ വരെയുള്ള ഫലങ്ങൾ പോലും കാണാത്തത് അനീതിയെന്നും വിനേഷ് ഫോഗട്ടിന്റെ അഭിഭാഷകർ കോടതിയിൽ വാദിച്ചു. എന്നാൽ ഒരാൾക്കായി നിയമങ്ങൾ മാറ്റാനാവില്ലെന്ന അന്താരാഷ്ട്ര ഗുസ്തി ഫെഡറേഷനും 2 വെള്ളി മെഡൽ അനുവദിക്കുന്നത് പ്രായോഗികമല്ലെന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയും കോടതിയിൽ നിലപാടെടുത്തു. വിനേഷിന്റെ അപ്പീൽ തള്ളുകയായിരുന്നുവെങ്കിൽ പെട്ടെന്ന് വിധി പറയുമായിരുന്നുവെന്നും ഈ കാലതാമസം അനുകൂല വിധിയുടെ സൂചനയാണെന്നുമാണ് കായിക നിയമവിദഗ്ധർ പറയുന്നത്. അതിലാണ് വിനേഷ് ഫോഗട്ടിന്റെയും രാജ്യത്തിന്റെയും പ്രതീക്ഷ. സ്പോർട്സ് ഡെസ്ക് 24. കായിക ലോകം ഇനി ക്ലബ് ഫുട്ബോളിന്റെ ആവേശത്തിലേക്ക്. സ്പാനിഷ് ലീഗാണ് ആദ്യം തുടങ്ങുന്നത്. വിവിധ ലീഗുകൾ എന്നു മുതലെന്ന് വിശദമായി അറിയാം. അനിൽ വാസുദേവ് തയ്യാറാക്കിയ എക്സ്പ്ലൈനർ. യൂറോ കപ്പും കോപ്പ അമേരിക്കയും ഒളിമ്പിക്സും പൂർത്തിയായി. ഫുട്ബോൾ ലോകത്ത് ലീഗ് പോരാട്ടങ്ങളുടെ പുതിയ സീസണ് തുടക്കമാവുകയാണ്. സ്പാനിഷ് ലീഗിലാണ് ആദ്യം കിക്ക് ഓഫ്. നാളത്തെ അത്ലറ്റിക് ക്ലബ് ഗെറ്റാഫെ പോരാട്ടത്തോടെയാണ് ലാ ലീഗയ്ക്ക് തുടക്കമാവുക. ബാഴ്സലോണയുടെ ആദ്യ മത്സരം 17-നും നിലവിലെ ചാമ്പ്യന്മാരായ റയൽ മാഡ്രിഡിന്റെ ആദ്യ മത്സരം 18-നുമാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് 16 മുതൽ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫുൾഹാം പോരാട്ടത്തോടെയാണ് പ്രീമിയർ ലീഗിലെ പെരും പോരാട്ടങ്ങൾക്ക് തുടക്കമാവുന്നത്. ഫ്രഞ്ച് ലീഗും 16 മുതൽ തന്നെ. 17 മുതലാണ് ഇറ്റാലിയൻ ലീഗിന്റെ തുടക്കം.
ക്രിസ്ത്യാനോ റൊണാൾഡോയും നെയ്മാർ ജൂനിയറുമെല്ലാം അണിനിരക്കുന്ന സൗദി പ്രോ ലീഗിന് തുടക്കമാവുന്നത് ഓഗസ്റ്റ് 22-ന്. ജർമ്മൻ ലീഗിൽ പന്തുരുളുക 23 മുതൽ. ഇന്ത്യയിലെ 1-ാം ഡിവിഷൻ ലീഗായ ഇന്ത്യൻ സൂപ്പർ ലീഗ് അഥവാ ISL തുടക്കമാവുന്നത് സെപ്റ്റംബർ 13 മുതൽ. ഐ ലീഗ് ഒരു മാസം കൂടി വൈകും. ഒക്ടോബർ 19 മുതലാണ് ഐ ലീഗ് മത്സരങ്ങൾ. ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കൂടി. വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ അലഞ്ഞുതിരിയുന്ന വളർത്തുമൃഗങ്ങൾക്കായി കാലിത്തീറ്റയും വൈക്കോലും എത്തി. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മൃഗസ്നേഹികൾ നൽകുന്ന കാലിത്തീറ്റകൾ ഏകോപിപ്പിക്കുന്നത് ക്ഷീരവികസന വകുപ്പാണ്. മണ്ണും പാറക്കെട്ടുകളും മാത്രം നിറഞ്ഞു നിൽക്കുന്ന മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന എത്രയോ പശുക്കളെയും നായകളെയും പൂച്ചകളെയും കാണാം. ഉടമസ്ഥരുള്ളതും ഇല്ലാത്തതുമായ ഈ മിണ്ടാപ്രാണികൾ ഇപ്പോഴും ആ മണ്ണിൽ നിൽക്കുന്നു. അവയ്ക്കുള്ള ഭക്ഷണവുമായി നിരവധി ലോറികളാണ് വയനാടൻ ചുരം കയറുന്നത്. ഏകോപന ചുമതല ക്ഷീരവികസന വകുപ്പിനാണ്. ഒരു തോട്ടം മേഖല ആയതുകൊണ്ട് ഒരുപാട് പശുക്കൾ അഴിച്ചുവിട്ട് വളർത്തുന്ന ഏരിയയാണ്. ആരും കയറുകൊണ്ട് കെട്ടിയിടാത്ത ഇതാണ്. അങ്ങനെ തന്നെ ഒരുപാട് പശുക്കൾ ഈ ദുരന്തത്തിൽ നിന്ന് അതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ടിട്ടുണ്ട്. കേരള സർക്കാരിൻ്റെ കേരള ഫീഡ്സ് ഉൾപ്പെടെയുള്ള സർക്കാർ ഏജൻസികളും മറ്റു സ്വകാര്യ ഏജൻസികളുടെയൊക്കെ തീറ്റ ഇവിടെ അവർ അഭ്യുദയകാംക്ഷികൾ ഇവിടെ എത്തിക്കുന്നു. അത് ഞങ്ങൾ ചൂരൽമല ആ സ്പോട്ടിൽ തന്നെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ക്യാമ്പുകളിലെ വളർത്തുമൃഗങ്ങൾക്കും ദുരിതമേഖലയിലെ മൃഗങ്ങൾക്കും കൃത്യമായി ഭക്ഷണം എത്തിക്കുന്നു. ചൂരൽമലയ്ക്കാണ് മുൻഗണന. ഏകദേശം ഒരു 300 മെട്രിക് ടൺ കാലിത്തീറ്റയും 50 മെട്രിക് ടൺ പച്ചപ്പുല്ലും വൈക്കോലും സൈലേജ് അടക്കമുള്ള സ്പോൺസർഷിപ്പുകൾ നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് ജില്ലയിലെ പല ഭാഗങ്ങളിലെ കർഷകർക്കും എത്തിച്ചു നൽകിയിട്ടുണ്ട്. ആക്ച്വലി അതിന് ഓണർഷിപ്പ് ഉള്ളതാണ്. പക്ഷേ അവരിങ്ങനെ കെട്ടി വളർത്തുന്ന ഒരു ശീലമല്ല അവിടുത്തെ ആനിമൽസിന് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ അലഞ്ഞു തിരിയുന്ന ഭൂരിഭാഗം പശുക്കൾക്കും ഉടമസ്ഥനുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. 24 വയനാട്. കോൺഗ്രസ് ഭരിക്കുന്ന കോതമംഗലം കുട്ടമ്പുഴ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് നിക്ഷേപത്തുക തിരികെ നൽകാതെ വഞ്ചിച്ചതായി പരാതി. കീരമ്പാറ സ്വദേശി നൽകിയ പരാതിയിൽ സഹകരണ സംഘത്തിലെ മുൻ ജീവനക്കാരെ പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തു. കുട്ടമ്പുഴയിൽ പ്രവർത്തിക്കുന്ന അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ സ്ഥിരനിക്ഷേപം നടത്തിയ കീരമ്പാറ സ്വദേശിയായ ആൽവിൻ വത്സലനാണ് നിക്ഷേപത്തുക തിരികെ നൽകാതെ കബളിപ്പിച്ചെന്ന പരാതി നൽകിയത്. സഹകരണ സംഘത്തിലെ ജീവനക്കാരനും സുഹൃത്തുമായിരുന്ന ആഷ്പിൻ ജോസ് എന്നയാളുടെ നിർദ്ദേശപ്രകാരമായിരുന്നു തുക നിക്ഷേപിച്ചത്. 2021 മുതൽ 2023 വരെയുള്ള കാലയളവിൽ സ്വന്തം പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലുമായി 72,50,000 രൂപ നിക്ഷേപിച്ചു. എന്നാൽ പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ പല തവണകളായി 10 ലക്ഷം രൂപ മാത്രമാണ് തിരികെ ലഭിച്ചത്. ബാക്കി തുകയ്ക്കായി ആവശ്യപ്പെട്ടെങ്കിലും അവധികൾ പറഞ്ഞ് ബാങ്ക് ജീവനക്കാരും ഭരണസമിതിയും കൈയൊഴിഞ്ഞു. ഇതോടെയാണ് പോലീസിൽ പരാതി നൽകിയത്. ഇന്ന് വേണമെങ്കിൽ ചോദിച്ചാൽ തിരിച്ചു തരാമെന്നുള്ള ഉറപ്പിന്റെ പേരിലാണ് നമ്മൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്തേക്കുന്നത്. ഈ ഒരു കാലത്ത് ഈ പൈസ തിരിച്ചു കിട്ടാത്തതിനെ പറ്റി നമ്മൾ ആലോചിക്കുന്നില്ലല്ലോ. നമ്മളിപ്പോൾ വേറൊന്നുമില്ല, ഗവൺമെന്റിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, എപ്പോൾ ചോദിച്ചാലും തിരിച്ചു കിട്ടും എന്നുള്ള രീതിയിലാണ്. ഇവരുടെ ഭാഗത്തു നിന്ന് 2 ജീവനക്കാരുള്ളത്, 2 ജീവനക്കാരും ഒളിവിലാണ്. അതിൽ ഒരു പ്രസിഡന്റ് ഉള്ളത് ഇപ്പോൾ ഒളിവിലാണ്. ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ട് ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൽവിന്റെ പരാതിയിൽ കോതമംഗലം അസിസ്റ്റന്റ് രജിസ്ട്രാർ നടത്തിയ അന്വേഷണത്തിൽ സഹകരണ സംഘത്തിൽ പണാപഹരണം നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. കേസിലെ 1ഉം 2ഉം പ്രതികളായ ആഷ്ബിൻ ജോസ്, ബേബി പോൾ എന്നിവർ വിദേശത്താണ്. മുൻ ജീവനക്കാരുടെ നേതൃത്വത്തിലാണ് സഹകരണ സംഘത്തിൽ തട്ടിപ്പ് നടന്നതെന്നാണ് ഭരണസമിതിയുടെ വിശദീകരണം. നിക്ഷേപ തുക തിരികെ ലഭിക്കാനുള്ള അടിയന്തര നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. 24 തൊടുപുഴ. തോട്ടപ്പള്ളി തീരദേശ മേഖലയിലെ അനധികൃത ഖനനത്തിനെതിരെ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. തോട്ടപ്പള്ളി സ്പിൽവേയുടെ മുന്നിലെ മണൽ നീക്കം ചെയ്യണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നേരത്തെ ഉത്തരവിറക്കിയിരുന്നു. ഈ ഉത്തരവിന്റെ മറവിൽ അറ്റോമിക് മിനറൽസ് കടത്തുകയാണെന്നാണ് ആരോപണം. വിഷയത്തിൽ കോടതി അടിയന്തരമായി ഇടപെടണമെന്നും അനധികൃത ഖനനം നിർത്തിവെക്കണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം. ക്രമക്കേടുകളിൽ NIA CBI അന്വേഷണം വേണമെന്നും ഹർജിയിൽ പറയുന്നു. വിവിധ പ്രദേശങ്ങളിൽ മഴ പെയ്യുന്നു എന്ന് നമ്മുടെ പ്രേക്ഷകർ അറിയിക്കുന്നു. പ്രത്യേകിച്ച് കോട്ടയം, തൃശൂർ, പത്തനംതിട്ട, പുനലൂർ ഭാഗങ്ങളിലെല്ലാം ശക്തമായ മഴയുണ്ടെന്ന് അറിയിക്കുന്നുണ്ട്. മറ്റെവിടെയെല്ലാം മഴ പെയ്യുന്നുണ്ടെന്ന് നമ്മളെ അറിയിച്ചുകൊണ്ടേയിരിക്കുക. പ്രഭാത വാർത്ത പൂർണ്ണമാകുന്നു.